ഹായ് നമസ്കാരം. ഞാൻ റാക്കൽസ് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് ഏഞ്ചലോ ഫോർട്ട് കണ്ണൂരാണ്. അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫോർട്ടാണ്. നിങ്ങളിൽ പലർക്കും ഇത് സുപരിചിതമായിരിക്കും. പക്ഷേ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിൽ പങ്കുവയ്ക്കാം. അതായത് പോർച്ചുഗീസുകാരാണ് ഈ ഫോർട്ട് പണി ചെയ്തത് എന്നറിയാമല്ലോ, അല്ലെങ്കിൽ തുടങ്ങി വെച്ചത്. അതിനുശേഷം ഇവിടെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സേനാധിപതി, അതും വളരെ കുറച്ച് സൈന്യം വെച്ച് ഇവിടെയുള്ള വലിയ ലോക്കലായിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ എല്ലാവരുടെയും സംയുക്ത സൈന്യത്തിനെ പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തിയതിന് പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ വൈസ്രോയി തന്നെ പിടിച്ച് ജയിലിലിട്ട ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ ഇതിൽ പറയാം. പിന്നീട് പോർച്ചുഗീസുകാർ കഴിഞ്ഞാൽ ഡച്ചുകാരാണ് ഈ കോട്ടയൊക്കെ ബലപ്പെടുത്തിയതൊക്കെ, അതും പറയാം. അതിനുശേഷം അത് അലിരാജയുടെ കൈകളിലേക്ക് ഈ ഫോർട്ട് എത്തി. അതെങ്ങനെ എത്തി എന്നുള്ള കാര്യം രസകരമാണ്, അതും പറയാം. അതിനുശേഷം പിന്നീടാണ് ബ്രിട്ടീഷുകാർ ഈ ഫോർട്ട് കൈയടക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇതിൽ പറഞ്ഞു തരാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്ഥലത്ത് ഒരു വർഗീയമായിട്ടുള്ള ഒരു കലാപോ അല്ലെങ്കിൽ വർഗീയമായിട്ടൊരു ചിന്ത ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, നല്ല ലൈക്ക് ഉണ്ടായിരുന്നു, നല്ല സബ്സ്ക്രൈബർ അക്കൗണ്ടൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ ഉദ്ദേശം അതല്ല. മതപരമായിട്ടും ജാതിപരമായിട്ടും വിദ്വേഷം ഉണ്ടാക്കുന്നതല്ല എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം, അത് ആദ്യമേ പറയാം. അപ്പോൾ ചിലവർക്ക് ചില വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ നട്ടുച്ച നേരത്തും അർദ്ധരാത്രിയാണെന്ന് പഠിപ്പിച്ചും കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഇപ്പോൾ സൂര്യനെ കാണിച്ചാലും അവർ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനാണ് എന്നാണ്. അപ്പൊ അവരോട് നമ്മൾ എന്താ പറയുന്നത്? ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ്, വിശ്വാസങ്ങളെ നമ്മൾ ഹനിക്കാൻ പാടില്ല, അത് അവനവന്റെ അവകാശമാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ കമന്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ അതിന് അപ്പം തന്നെ മറുപടിയും തരുന്നുണ്ട്. ഇനി മുതൽക്ക് കമന്റുകൾക്ക് ഇതിൽ തന്നെ മറുപടി തരുന്നില്ല, തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ കമന്റുകൾക്കുള്ള മറുപടി തരാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് കോട്ടയുടെ ഒരു കിടങ്ങാണ്. ഇത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു കോട്ടയാണ്. അപ്പൊ ഇവിടേക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് 25 രൂപ. നമ്മൾ അഡൽട്ട് ആണെങ്കിൽ 25 രൂപയേ ഉള്ളൂ. പിന്നെ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിനോ അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പിനോട് നമുക്ക് നന്ദി പറയാം. നന്നായി വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു കൊടിമരമാണ് മുന്നിൽ. പിന്നെ ഇത് കണ്ടോൺമെന്റ് ഏരിയയാണല്ലോ, അപ്പൊ ഇവിടെ മിലിറ്ററി പോലീസിന്റെ ഒക്കെ ഇതിലായിരിക്കും ഈ സ്ഥലം ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നമ്മളിതാ കാണുന്നു, അത് ലൊക്കേഷൻ, ഇതിന്റെ ഓരോ സൈറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സാധാരണ കാണുന്ന ബോർഡുകൾ പോലെ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ പോയാൽ കാണാവുന്ന സ്ഥലങ്ങൾ. ഇതിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരെ കണ്ണൂരിലേക്ക് ക്ഷണിക്കുന്നത് കോലത്തിരി ആയിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1500 പോർച്ചുഗീസ് നാവികനായിരുന്ന പെഡ്രോ അൽവാരിസ് കബ്രാലിന് അദ്ദേഹത്തിന്റെ ഒരു ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം കൊടുത്തു അത്ര 1500. നമുക്ക് ഇതിന്റെ ആദ്യം കയറി വരുമ്പോൾ കാണുന്ന ഇതാണ്, കണ്ടോ, കിടങ്ങാണത്. വലിയ കിടങ്ങാണ്. ഈ കിടങ്ങ് കടലിലേക്കുള്ള ഒരു ഉൾപാതയായിട്ടും അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ്. കണ്ടോ, ഇത് മുൻവശത്ത് കാണുന്നത് ഈ കിടങ്ങ്. ഇതിന് ചുറ്റും ഉണ്ട് ഈ കിടങ്ങ്. അപ്പൊ ചെറിയ തോണികളിലൊക്കെ ഇതിലേക്ക് വന്ന് കയറാമല്ലോ. 1502 വാസ്കോഡഗാമയുടെ 2ാം വരവില് കോലത്തിരിയുടെ അനുമതിയോട് കൂടിയിട്ട് ഈ പണ്ടികശാലയ്ക്ക് ചുറ്റും ഒരു മതില് നിർമ്മിച്ചു. അതിനുശേഷം 200 പോർച്ചുഗീസ് ഭടന്മാരെ ഇവിടെ നിയമിച്ചു. ഇതെല്ലാം മരം കൊണ്ടായിരുന്നു ഇത്ര ആദ്യം നിർമ്മിച്ചത്, അങ്ങനെയാണ് ഞാൻ വായിച്ചറിഞ്ഞത്. കയറി വരുമ്പോ ഇവിടെ ഒരു ബീരങ്കി ഉണ്ട്. 2 വശത്തും ഉണ്ട് കേട്ടോ ബീരങ്കി, 2 ഭാഗത്തും ബീരങ്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ത്രികോണ ആകൃതിയിലുള്ള കോട്ടയാണെന്നൊന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ത്രികോണ ആകൃതിയിലുള്ള കോട്ട എന്ന് പറയുമ്പോൾ ഇതൊരു പാറയുടെ മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് ഇത് കോട്ടയായിരുന്നില്ല, പിന്നീട് കോട്ടയായതാണ്. കയറി വരുമ്പോൾ
നമുക്കിതാ ഇവിടെയും ഒരു ബീരങ്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് പുറത്തേക്ക് കടലിന്റെ അവിടേക്കായിട്ട് ഒരു കവാടമുണ്ട്. അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നീട് ഗേറ്റ് വെച്ചതായിരിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടലിന്റെ ഒരു ഭാഗം കാണാൻ പറ്റും. നല്ല തന്ത്രപ്രധാനമായ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. കപ്പലിൽ വരാനും ഒക്കെ സൗകര്യമായിട്ടുള്ള സ്ഥലമാണ്. 1505 ഒക്ടോബർ 23 കോലത്തിരി രാജാവ് പോർച്ചുഗീസ് നാവികനായ ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡയ്ക്ക് ഒരു കോട്ട പണിയാനുള്ള അനുവാദം നൽകുന്നത്. ഇതൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഈ ആന അല്ലെങ്കിൽ വലിയ ഇത് വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂർത്തിട്ടുള്ള ഇത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഞാൻ പിടിച്ചു നോക്കി, തൊട്ട് നോക്കാം. അപ്പോ ഇത് ഇരുമ്പാണ്, ഇരുമ്പിന്റെ പാളികളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ മരം കൊണ്ട് ഇടിച്ചാലും ഇതിനൊന്നും കേടുപാട് സംഭവിക്കില്ല. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. കേറിയിട്ട് ഇത് കേറിയ ഉടനെ തന്നെ ഇടതുവശത്ത് ചെറിയൊരു ഇതുണ്ട്. കാവൽ ഒരേയായിരിക്കാം, കാവലിന്റെ ആൾക്കാർ നിൽക്കുന്നതായിരിക്കാം, അങ്ങനെയുള്ളതായിട്ട്. മുകളിലൊക്കെ കണ്ടോ, വെടിയുണ്ടകൾ കൊണ്ടതായിരിക്കാം. കുറേ ദ്വാരങ്ങളുണ്ട്, കാണാനുണ്ട്. കയറി വന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണാനുണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ ഈ കാവലിന്റെ ഇതിൽ ആൾക്കാർ നിൽക്കുന്നതാണോ അല്ല ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതാണോ? ആയുധങ്ങൾ സൂക്ഷിക്കാവില്ല, അവരുടെ ആവശ്യത്തിനുള്ളത് എന്തെങ്കിലും സൂക്ഷിച്ചതായിരിക്കാം. ഇവിടെ ഒരു മുറി കാണാനുണ്ട്. ഇതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളില് മരം കൊണ്ടുള്ള കോട്ടയായിരുന്നു ഇത്ര പണി കഴിപ്പിച്ചത്. അപ്പൊ അതിന്റെ അന്നത്തെ കാലത്ത് വരച്ച അല്ലെങ്കിൽ ഒരു പെയിന്റിങ് ഇപ്പോഴും ആംസ്റ്റർഡാമിലെ റിച്ച്ക മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത്രേ. ഇപ്പൊ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മള് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കടലിന്റെ ഒരു വശമാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരത്താണ്, അവിടെയാണ് അറക്കൽ കൊട്ടാരമൊക്കെ ഉള്ളത്. അലിരാജയും ഈ കോട്ടയായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഈ ഭാഗം. അപ്പൊ ഈ ഭാഗത്ത് കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഒന്നും പീരങ്കി അങ്ങനെ വെച്ചിട്ടില്ല, ഈ ഭാഗത്തൊന്നും അങ്ങനെ കാണാനില്ല. 1505 ഒക്ടോബർ 30 അത്രേ മരത്തിന്റെ കോട്ട പണി തീർക്കുന്നത്. അന്ന് ഈ കോട്ടയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് ലൊറൻകോ ബ്രിട്ടോ ആയിരുന്നു. പിന്നീട് അൽമീഡ ഇതിന്റെ ഈ കോട്ടയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം സ്വയമാണോ അല്ലയോ എന്ന് അറിയില്ല, അദ്ദേഹം പിന്നീട് വൈസ്രോയി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ മുകളിലേക്കുള്ളത് അവിടെ അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ ഇതുവരെയുള്ള കാഴ്ച നമ്മൾ കണ്ടു. ഇതിന്റെ ഇപ്പുറത്തെ ഇവിടെ ഒരു കെട്ടിടം ഉണ്ട്, അവിടേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മള് ഈ വശത്തേക്കാണ് വന്നത്. ഇനി നമ്മള് കോട്ടയുടെ കയറി വന്നപ്പോൾ നമ്മുടെ വലതുവശമില്ലേ, ആ വലതുവശത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ ഇത് വലതുവശമാണ്, കോട്ടയുടെ നാലുപുറവും നമ്മൾ നടക്കാം. വലതുവശത്ത് കാണുന്നത് ഇതാണ്. ഇവിടെയും കടല് തന്നെയാണ്. ഇവിടെ നിറച്ച്, അതായത് ഓരോ ഇതിലും ഇങ്ങനെ ബീരങ്കി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത് എല്ലാ ഇതിലും 4 പുറവും വെച്ചിട്ടുണ്ട് ഇവര് പീരങ്കികൾ. ഞാൻ കുറെ പീരങ്കി എണ്ണി, എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ മാത്രം 9-10 ഉണ്ട് ഇതിൽ തന്നെ. ഇനിയുണ്ട് പീരങ്കികൾ നിറയെ. ഈ പോർച്ചുഗീസുകാര് ഇവിടെ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ പണ്ടികശാല തുടങ്ങാൻ അനുമതി കൊടുക്കുന്നത് കോലത്തിരിയാണെന്ന് പറഞ്ഞല്ലോ, അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് സാമുദ്രിയും കോലത്തിരിയും കൂടി ചേർന്നിട്ട് തന്നെ ഈ കോട്ടയെ ആക്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോട്ട നിർമ്മിക്കാനുള്ള അനുമതി കോലത്തിരിയിൽ നിന്ന് നേടിയിട്ടുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ വ്യാപാര ബന്ധത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കാം. പോർച്ചുഗീസുകാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ച് കാണണം. എന്തായാലും ഇത് 1507 തന്നെയാണ് ഈ കോട്ട ആക്രമിക്കപ്പെടുന്നത്. പുതിയ പോർച്ചുഗീസ് ഗവർണറായിട്ട് അൽഫോൺസ ഡി അൽബുക്കർക്ക് വന്നപ്പോൾ അൽമേഡ അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല.
ബാറ്റിൽ ഓഫ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം ഇവിടെ നടക്കുകയുണ്ടായി. എന്താണ് ബാറ്റിൽ ഓഫ് ഡ്യൂ എന്ന് ചോദിച്ചാൽ, ഗുജറാത്ത് രാജാവും അതുപോലെ കോഴിക്കോട് ഈജിപ്തുകാര്, വെനീഷ്യൻസ്, ഒട്ടോമൻ തുർക്കികള്, ഇവരെല്ലാവരുടെയും സംയുക്തമായ സൈന്യം ഈ പോർച്ചുഗീസുകാരുടെ ഈ കോട്ടയെ ആക്രമിക്കുകയുണ്ടായി. അപ്പൊ അന്ന് വന്ന അൽബുക്കർക്ക് വളരെ അത്ഭുതകരമായിട്ട് ഈ വലിയ സേനയെ അദ്ദേഹം ഈ ചെറിയ സേന കൊണ്ട് പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തിന് ശേഷം അൽബുക്കറിനെ പടയാളികളെല്ലാം വീരനായകനായി കണക്കാക്കി. അപ്പോ തുടർന്ന് വൈസ്രോയി ആയി അദ്ദേഹത്തിനെ അവരോധിക്കണമെന്ന് പടയാളികൾ ആവശ്യപ്പെട്ടു. തുടർന്ന് തന്റെ സ്ഥാനത്തിന് ഒരു ഭീഷണി ആകുമെന്ന് കരുതിയിട്ടായിരിക്കണം അൽമേഡ അൽബുക്കറിനെ തടവിലാക്കുന്നുണ്ട്. 6 മാസത്തോളം അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചത്രേ. പിന്നീട് പോർച്ചുഗലിൽ നിന്നുള്ള ഒരു വലിയ നാവികപ്പട എത്തിയതിനെ തുടർന്നാണത്രേ അദ്ദേഹം മോചിപ്പിക്കപ്പെടുന്നത്. തുടർന്ന് അൽബുക്കർക്ക് ആയി ഇവിടുത്തെ ഗവർണർ. ഗോവ പിടിച്ചടക്കാനുള്ള നാവിക യുദ്ധ സാമഗ്രികൾ ലഭിച്ചിരുന്നത് ഈ കോട്ടയിൽ നിന്നായിരുന്നു അത്രേ. കണ്ണൂരിൽ നിന്ന് കാര്യമായ വരുമാനമൊന്നും ലഭിക്കാതിരുന്നത് കൊണ്ട് ഈ കോട്ടയുടെ ചെലവുകൾ വഹിച്ചിരുന്നത് ഗോവയിൽ നിന്നുള്ള ധനസഹായം കൊണ്ടായിരുന്നു അത്രേ. ഇതിന്റെ മുകളിൽ നിന്ന് കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് ഇറങ്ങി നോക്കാം. 1663 ഫെബ്രുവരി 15-നാണത്രേ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചെടുക്കുന്നത്. അവർ ഈ കോട്ടയെ ആധുനീവൽക്കരിച്ചു. അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള കുറെ മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ യഥാർത്ഥത്തിൽ 3 കൂട്ടർക്ക് ഇതിൽ പങ്കുണ്ട്. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, 3 കൂട്ടരുടെയും ആ വാസ്തുവിദ്യ ഇവിടെ കാണാം. ആദ്യകാലങ്ങളിൽ ഇവിടെ കോട്ടക്കൊത്തളങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഡച്ചുകാര് 3 കോട്ടക്കൊത്തളങ്ങൾ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അവയുടെ പേരുകൾ ഇങ്ങനെയൊക്കെയാണ്: ഹോളണ്ടിയ, സീലാൻഡിയ, ഫ്രീസ്ലാൻഡിയ. ഇത് മുഴുവനും വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കരിങ്കല്ലൊന്നും കാണാനേ ഇല്ല. ഇത് ചർച്ചായിരുന്നു, ചേപ്പൽ. അപ്പോ ഈ ഓരോ ഇങ്ങനത്തെ കെട്ടിടത്തിന്റെ മുന്നിൽ ചെറിയ അതിന്റെ ഒരു വിവരണത്തോടു കൂടി ഒരു ചെറിയ ബോർഡ് സ്ഥാപിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇത് പുറത്തൊരു മാപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ തടവറകളൊക്കെ ഉണ്ട്, പക്ഷെ അത് എവിടേക്കാണ് ഏതൊക്കെ മുറികളാന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഊഹിക്കാം. അലിരാജ എങ്ങനെ ഈ കോട്ട കൈവശമാക്കി എന്നതിനെ കുറിച്ചിട്ട് ഡോക്ടർ KKN കുറുപ്പ് എഴുതിയ അറക്കൽ രാജവംശം എന്ന പുസ്തകത്തിലെ 64-ാമത്തെ പേജില് ഇതിനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട്. വ്യാപാര ബന്ധങ്ങളും അതുപോലെ ഡച്ചുകാരുടെ ആധിപത്യമൊക്കെ കുറഞ്ഞു വന്നപ്പോ വരുമാനവും കുറഞ്ഞു വന്നു. ആകെ കിട്ടുന്ന കുറച്ച് വരുമാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ കോട്ട അത് നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ചിലവേറിയ ഒരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഈ കോട്ട വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 1778 സെപ്റ്റംബർ 7-നാണ് ഈ കോട്ട വിൽപ്പനയ്ക്ക് വെക്കുന്നത്. മലബാറിലെ ഡച്ച് ഗവർണറായിരുന്ന സെൻഫ് മലബാർ വിട്ടുപോകുന്നതിന് മുൻപായിട്ട് അലി രാജാവിന് ഈ കണ്ണൂർ കോട്ട വിൽക്കുന്നു. വിലയായിട്ട് 1,00,000 ഉറുപ്പികയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ കോട്ടയുടെ ഏകദേശം മുൻഭാഗത്തേക്ക് തന്നെ എത്തി. നമ്മൾ വന്ന് പ്രവേശിച്ച അതേ സ്ഥലത്ത് തന്നെ ഇവിടെ ഒരു ചെറിയൊരു മുറിയുണ്ട്. അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി, അത് കാണിച്ചു തരാം. ഇതാണ് മുറി. എല്ലാ മുറികളും അടച്ചിട്ടിരിക്കുകയാണ്. ചരിത്രം തുടരാം. അലിരാജാവിന് മൊത്തമായിട്ട് 1,00,000 രൂപ കൊടുക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അതിന്റെ ഒരു സംഖ്യ ആദ്യം കൊടുത്തു, ഒരു ഭാഗം. ബാക്കി തുകയ്ക്കും പിന്നെ അതുപോലെ തന്നെ അലി രാജാവ് ഡച്ചുകാരിൽ നിന്ന് കുരുമുളകൊക്കെ നൽകാമെന്ന് പറഞ്ഞ് മുൻകൂർ വില വാങ്ങിച്ചിരുന്നു. അപ്പൊ അതിനുള്ള തുകയ്ക്കെല്ലാം കൂടിയിട്ട് 67,494 ഡച്ച് ഗിൽഡർ പണം അതോടൊപ്പം തന്നെ ഒരു കപ്പലും അലി രാജാവ് നൽകിയിരുന്നു. പക്ഷെ ഈ കൊടുത്ത തുകയോ അല്ലെങ്കിൽ ജാമ്യമോ ഒന്നും ഇതിനും
അതായത് മൊത്തം തുകയ്ക്കുള്ളതിന് പകരം ആയിരുന്നില്ല. അലി രാജാവിനോടുള്ള ആ ഒരു വിശ്വാസം കാരണം ഡച്ച് ഉദ്യോഗസ്ഥര് ഇതിന് സമ്മതിച്ചതായിരുന്നു. കാലാവധി കഴിഞ്ഞിട്ടും അലി രാജാവ് പണം കൊടുത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് മനഃപൂർവ്വമായിരിക്കാം, അതല്ലെങ്കിൽ കൊടുക്കാൻ അപ്പോഴത്തെ ധനസ്ഥിതി യോജിച്ചതായിരിക്കില്ല. എന്തായാലും അലി രാജാവ് ചെയ്തൊരു വഞ്ചനയായിട്ടാണ് ഡച്ചുകാര് കണക്കാക്കിയത്. പണം മുൻകൂട്ടി മൊത്തമായി വാങ്ങിക്കാതെ കച്ചവടത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എന്തായാലും പണം ഈടാക്കുവാൻ ഡച്ചുകാര് തീരുമാനിക്കുന്നു. അങ്ങനെ ഈ അന്നത്തെ ഗവർണറായിരുന്ന സെൻഫിന്റെ അനന്തരാവകാശികളിൽ നിന്ന് ഒരു തുക അവരുടെ സ്വത്തിൽ നിന്ന് ഡച്ചുകാര് പിടിച്ചെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒപ്പിട്ടിട്ടുള്ള കൗൺസിലർമാരുടെ അവരുടെ സ്വത്തുകളിൽ നിന്നും കുറെ പൈസ അവര് സംഘടിപ്പിച്ചു. എന്തായാലും അലി രാജ അവസാനം 52,677 ഗിൽഡ് പണം ഡച്ചുകാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അത്രേ. 1778 അലി രാജാവ് മരിച്ചപ്പോ പണയം വെച്ച കപ്പല് ഡച്ചുകാര് വിറ്റു. അപ്പൊ ആകെ കിട്ടിയത് 12,450 രൂപയാണ്. അത് സെൻഫിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ പിടിച്ചിട്ടുള്ള പൈസയിലേക്ക് തിരിച്ചു കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പണത്തിന് ഇവര് എങ്ങനെ ഈടാക്കും എന്ന് വിചാരിച്ച് അവരൊരു പദ്ധതി തയ്യാറാക്കി. അതായത് ഡച്ചുകാരുടെ പരിധിയിലുള്ള അവരുടെ തുറമുഖത്തോ അല്ലെങ്കിൽ സമുദ്രാതിർത്തിയിലോ അലിരാജയുടെ കപ്പലുകൾ വരുന്നുണ്ടെങ്കിൽ അവ പിടിച്ചെടുക്കാനായിരുന്നു പദ്ധതി. ഇത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു എൻട്രൻസ് ആണ്. ഇപ്പൊ ശരിക്കും കോട്ടയ്ക്ക് പുറത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന്. എന്തായാലും അലി രാജ നേരത്തെ പറഞ്ഞ പദ്ധതി മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ കപ്പലുകളൊന്നും ഈ ഡച്ചുകാരുടെ പരിധിയിൽ അല്ലെങ്കിൽ അവരുടെ സമുദ്രാതിർത്തിയിലോ തുറമുഖത്തിലോ പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ കൊത്തളം, നിരീക്ഷണ ഗോപുരം, ഇങ്ങനത്തെ 3 അവർ പണിതിരുന്നു. പിന്നെ നമ്മൾ ഈ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കോട്ടയുടെ പുറത്താണ്. ഇതിപ്പോ ഇവിടെയൊക്കെ കടലാണ്. നല്ലൊരു തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഇവര് കെട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ അലി രാജയുടെ മരുമകള് പിന്നീട് ബീബി അധികാരത്തിൽ വന്നിട്ടും ഈ പൈസ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ ഈ ചതിയുടെ അല്ലെങ്കിൽ ഈ കൊടുക്കാനുള്ള പൈസക്കൊക്കെ കഷ്ടപ്പെട്ടത് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഈ ഇടപാടിന് കൂട്ടുനിന്ന ഡച്ച് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഇവിടെ ഒരു കിടങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ കാണാനുണ്ട്. പക്ഷെ ഇവിടെ അടുത്ത് ഒരു അണ്ടർഗ്രൗണ്ട് സെല്ലുണ്ട്. അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1790 ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുക്കുന്നത്. പിന്നീട് അവര് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാള ക്യാമ്പായിട്ട് ഇത് ഉപയോഗിച്ചു. 1947 വരെ ഈ കോട്ടയെ അവര് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അത്രേ. 2015 ഈ കോട്ടയുടെ പരിസരത്ത് നിന്നും ഒരുപാട് കിലോഗ്രാം ഭാരമുള്ള ആയിരക്കണക്കിന് ബീരങ്കി ഉണ്ടകൾ കണ്ടെടുത്തിട്ടുണ്ട് അത്രേ. അതൊക്കെ പുതുതായിട്ട് നിർമ്മിച്ചത്, അതൊക്കെ ടോയ്ലറ്റാണ് ആ ഭാഗത്തൊക്കെ. ഇതും കോട്ടയുടെ ഒരു ഭാഗമാണ്. കടലിലേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആണ് വിശാലമായി കിടക്കുന്ന കടൽ കാണാം. ഇവിടെ ഇങ്ങനെ കുറെ കൂടുകൾ കാണാനുണ്ട്. ഇത് ഇവര് നിർമ്മിച്ചതാണോ മുന്നേ ഉള്ളതാണോ എനിക്കറിയില്ല. അതിലൊക്കെ വേസ്റ്റ് കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തും കുറെ ബീരങ്കികൾ നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ നേരത്തെ ആ ഭാഗത്ത് കണ്ടില്ലേ, അതുപോലെ ഇവിടെയും ഉണ്ട്. എല്ലാ ഭാഗത്തും ബീരങ്കികൾ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇത് പുനഃസൃഷ്ടിച്ചതാണോ അല്ല, ഇത് അതിൽ തന്നെ ഉള്ളതാണ് തോന്നുന്നു. പിന്നെ നിറയെ പുല്ലാണ്. പുല്ലുകൾ ഇതൊക്കെ ഞാൻ കാണിച്ചില്ലേ, അതൊക്കെ കുറെ ഭാഗങ്ങൾ വൃത്തിയാക്കാനുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. പിന്നെ ഇതിന്റെ വശത്ത് ഇത് കണ്ടല്ലേ, ഇതൊക്കെ കല്ല് പാകിയിട്ടുണ്ട്. ഇവിടെ കല്ല് പാകിയത്, ഇത് പഴയതും മറ്റത് പുതിയതാണ് തോന്നുന്നു. അപ്പൊ ഇവിടുന്ന് അവിടെ കടന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഈ പട്ടാള ബാരക്കുകളും മറുവശത്ത് ഒരു കുതിര
ഉള്ള കെട്ടുന്ന സ്ഥലവുമാണ്. ഇവിടെ നിറയെ സെല്ലുകളും വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന മുറികളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടോ, ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പട്ടാള ബാരക്കുകളാണ് തോന്നുന്നത്. പട്ടാളത്തിന്റെ ബാരക്കുകള്, അതുപോലെ തൊഴുത്തുണ്ട് ഇതിന്റെ അപ്പുറത്ത്, ഈ കുതിരകളെ കെട്ടിയിരുന്ന സ്ഥലം. ഇതിന്റെ അകത്തു കൂടെ ഇങ്ങനെ പോകുമ്പോഴേ, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് കുറേ ആരവങ്ങളും ഇതൊക്കെ കേൾക്കുന്നില്ലേ? കുതിരക്കുളമ്പടി ശബ്ദം, പട്ടാളക്കാരുടെ ശബ്ദം. ആ കാണുന്നൊരു കിണറാണ് കേട്ടോ. ഈ പതുക്കെ നമ്മൾക്ക് ഇതിന് പുറത്തേക്ക് കടന്ന ഇതിനോട് ചേർന്നിട്ട് തന്നെ ആണ് അടുത്ത കെട്ടിടം വരുന്നത്. കെട്ടിടം എന്ന് പറയാൻ ഇങ്ങനെയുള്ള നീണ്ട ഇതിന്റെ കണ്ടോ, ഇതെങ്ങനെ വാർത്ത കോൺക്രീറ്റ് തന്നെയാണ് സംഭവം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണോ അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. കണ്ടില്ലേ, കംപ്ലീറ്റ് നീണ്ട. ഇതൊക്കെ പട്ടാള ബാരക്കുകളാണ്. എല്ലാ മുറികളും ഇങ്ങനെ പൂട്ടിയിട്ട് കാണാനുണ്ട്. വാർത്ത കെട്ടിടം തന്നെയാണ് തോന്നുന്നു. അപ്പൊ വലിയ പഴക്കം തോന്നുന്നില്ല. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതായിരിക്കാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഇതിങ്ങനെ രണ്ട് നിരയായിട്ടാണ്. ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് നോക്കിയാൽ മറ്റേ അറ്റം വരെ കാണാം. ഇപ്പൊ നമ്മൾ ഈ കോട്ടയുടെ 3 ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ നമ്മൾ കണ്ട കെട്ടിടമാണ് താഴത്ത് കാണുന്നത്. ഇവിടെ ഒരു മുറി കാണാനുണ്ട്, കുറെ മുറികളുണ്ട്. ഇതൊക്കെ തടവറയാണോ അല്ലേന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. ഇത് തടവറയാകാനുള്ള സാധ്യതയില്ല. ഇത് ഒരു കുറച്ച് ഓപ്പൺ ആണല്ലോ. മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ്. ഈ കാണുന്നത് ഡച്ച് ഗവർണറായിരുന്ന ഗോഡ്ഫ്രീഡ് വെയർമാന്റെ ആദ്യ ഭാര്യയായ സൂസന്നയുടെ ശവക്കല്ലറയിലെ ശിലാഫലകമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് അവർ മരിച്ചത് 1745 മാർച്ച് 28 പ്രായം 17 വയസ്സ് 7 മാസം 16 ദിവസം. ഈ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ്. ഇത് ഓയിൽ ലാമ്പ് ആയിരുന്നു ഇതിൽ കത്തിച്ചു വെച്ചിരുന്നത്. ഈ മലബാർ പ്രദേശത്ത്, ഈ കണ്ണൂരിന്റെ ഈ ഭാഗത്തുള്ള ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വളരെ നല്ല ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോ. കാണാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.